എക്സ് അടുത്ത പ്രോബ്ലം x is equal to 5 raised to 4 whole raised to 1 by 2 plus 8 raised to 1 by 3 whole raised to 1 by 3 ആയാൽ x plus 2 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നത്. അത് സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് +2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ആയി. അപ്പൊ നമ്മൾ ആദ്യം 5 raised to 4 whole raised to 1 by 2 ആണ് വരുന്നത്. അപ്പൊ അതിനെ 5 into 4 പവർ 4 into whole raised to 1 by 2. നമ്മുടെ ഐഡന്റിറ്റി a raised to n into whole raised to m എന്ന് പറയുന്നത് a raised to n into m എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ അത് യൂസേജ് ചെയ്യുന്ന സമയത്ത് ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 സ്ക്വയർസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? 25 എന്ന് കിട്ടും. അടുത്തത് 8 raised to 1 by 3 ആണ്. 8 raised to 1 by 3 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ വന്നിട്ട് 2 ആണ്. അപ്പൊ നമ്മൾ ഈ 5 raised to 4 whole raised to 1 by 2ന്റെ അവിടെ നമുക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? 25 എന്ന് കൊടുക്കാം. പ്ലസ് 8 raised to 1 by 3ന്റെ അവിടെ നമുക്ക് ഇനി 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹോൾ raised to 1 by 3. അപ്പൊ 27 whole raised to 1 by 3 എന്ന് കിട്ടും. 27 whole raised to 1 by 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 27 3 ക്യൂബ് എന്ന് മാറ്റി എഴുതാം. അപ്പൊ 3 ക്യൂബ് ഹോൾ raised to 1 by 3 എന്ന് പറഞ്ഞാൽ ഇതേ ഐഡന്റിറ്റി a raised to n into whole raised to m എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഈ 3യും കട്ട് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ x is equal to എന്തെന്ന് കിട്ടും? 3 എന്നുള്ള വാല്യൂ കിട്ടും. x is equal to 3. ഇവിടെ നമ്മളത് x plus 2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. 3 plus 2 is equal to നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ 5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി 5 ആണ് ആൻസർ. അടുത്ത പ്രോബ്ലം x raised to 0 into 4 raised to 0 into 5 raised to 0ന്റെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു പവറിന്റെയും ഏതൊരു നമ്പർ ആയിക്കോട്ടെ ഏതൊരു ലെറ്റർ ആയിക്കോട്ടെ പവർ 0 വന്നപ്പോ a raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 raised to 0 എന്ന് പറഞ്ഞാലും 1 ആണ്. അങ്ങനെയാണെങ്കിൽ 3 raised to 0 is equal to 1 ആണ്. 4 raised to 0 is equal to 1 ആണ്. 5 raised to 0 is equal to 1 ആണ്. അപ്പൊ 3 raised to 0 into 4 raised to 0 into 5 raised to 0 equal to 1 into 1 into 1. ഫൈനൽ ആൻസർ 1 എന്ന് കിട്ടും. നമ്മളുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു പ്രോബ്ലം ആണ് നമ്മൾ ഐഡന്റിറ്റിയിൽ കണ്ടത്. x minus 1 by x is equal to 2ഉം x square plus 1 by x square is equal to ഡാഷുമാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാനാണ്. x minus 1 by x എന്ന് പറയുന്ന വാല്യൂ നമ്മൾ പഠിച്ചു. x minus 1 by x എന്ന് പറയുന്നത് 0 ആയിട്ടാണ് 2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ x square plus 1 by x square എന്ന് പറയുന്നത് ഐഡന്റിറ്റി നമ്മൾ പഠിച്ചത് x minus 1 by x is equal to a ആണെങ്കിൽ x square plus 1 by x square എന്ന് പറയുന്നത് a square plus 2 ആണ് എന്നാ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് 2 ആണ്. അപ്പൊ ഇവിടെ 2 സ്ക്വയർ പ്ലസ് 2 ആണ് ചെയ്യേണ്ടത്. 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 ആണ്. 4 പ്ലസ് 2 is equal to നമുക്ക് ആൻസർ 6. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത്. കാരണം ഡയറക്റ്റ് പ്രോബ്ലം ആണ്. എക്സ് മൈനസ് 1 by x എന്ന് ഈക്വൽ ടു എ ആണ്. അപ്പൊ ആ എയുടെ സ്ഥാനത്ത് ഇവിടെ 2 ആണ് കിടക്കുന്നത്. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ നമുക്ക് ഫോം അറിയാം. എ സ്ക്വയർ പ്ലസ് 2 ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 സ്ക്വയർ പ്ലസ് 2 4 plus 2 is equal to 6 ആണ് എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു പ്രോബ്ലം ആണ്. 3 raised to x minus y is equal to 2187ഉം
3 raised to x plus y is equal to 243 വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ നമുക്കറിയാം 3 raised to x minus y എന്ന് പറയുന്നത് 2187 ആണ് വാല്യൂ വരുന്നത്. അതുപോലെ 3 raised to നമുക്കിതിനെ എക്സ് മൈനസ് വൈനെ നമുക്ക് ഈ 2187 3 raised to 7 എന്ന് എഴുതാം. 3 raised to 7 ആണ് 2187 എന്ന് വരുന്നത്. ബേസ് സെയിം ആണ് ഇപ്പോൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 7 എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അടുത്തത് 3 raised to x plus y is equal to ആണ് 243 എന്ന് പറയുന്നത്. അപ്പൊ 3 raised to x plus y is equal to നമുക്ക് 3ന്റെ എന്ത് പവർ ചെയ്താലാണ് 243 കിട്ടുക? 3 raised to 5 ചെയ്താലാണ് കിട്ടുക. അപ്പൊ ഇപ്പൊ ബേസുകൾ സെയിം ആയി, പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ x plus y is equal to എന്തെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 7. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5 എന്ന് പറയണത്. ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും സോൾവ് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി. എക്സ് മൈനസ് ചെയ്താൽ 0 ആയി പോവും. മൈനസ് വൈ മൈനസ് വൈ, അപ്പൊ ആൻസർ -2y എന്ന് കിട്ടും. ഈക്വൽ ടു 7 മൈനസ് 5 ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പൊ y is equal to -1. y is equal to 2 - 2 is equal to -1 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് വൈന്റെ വാല്യൂ അല്ല ചോദിച്ചിരിക്കുന്നത്, എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ ഇവിടെ എക്സ് കാണുന്നിടത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5 ആണ്. അതിൽ വൈന്റെ വാല്യൂ -1 ആണ്. അപ്പൊ എക്സ് -1 ഇസ് ഈക്വൽ ടു 5. എക്സ് ഇസ് ഈക്വൽ ടു ഈ -1 ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ 5 + 1 ഇസ് ഈക്വൽ ടു 6. എക്സിന്റെ വാല്യൂ 6. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത പ്രോബ്ലം ആണ് 4 raised to x minus 1 into 0.5 whole raised to 3 minus 2x is equal to 1/8 whole raised to x ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ എന്നാണ് ക്വസ്റ്റ്യൻ. -1 whole raised to 150 into √625. -1 പവർ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ നോക്കാം. ഈവൻ നമ്പർ ആണ്. അപ്പൊ -1ന്റെ പവർ ഈവൻ നമ്പർ ആയതുകൊണ്ട് ആൻസർ 1 ആയിരിക്കും. ഇൻറ്റു √625 എന്ന് പറയുന്നത് 25 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 625 കിട്ടുന്നത്. അപ്പൊ 25 ഈക്വൽ ടു 1 × 25 25. അപ്പൊ ആൻസർ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ പഠിച്ച അതേ പാറ്റേണിൽ വരുന്ന വേറൊരു പ്രോബ്ലം ആണ് എക്സ് മൈനസ് 1/x is equal to 2 ആണ്, എ ആണ്. അങ്ങനെയാണെങ്കിൽ x³ - 1/x³ is equal to എന്തായിരിക്കും ഇക്വേഷൻ വരുന്നത്? നമ്മൾ ഇക്വേഷൻ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യൂബ് വരുന്ന കേസിൽ a³ + 3a ആണ് വരിക. അപ്പൊ നമ്മൾ ഇവിടെ എയുടെ പ്ലേസിൽ കിടക്കുന്നത് 2 ആണ്. അപ്പൊ 2 + 2³ + 3 × 2 എന്ന് വരും. 2³ 8, 8 + 6 ചെയ്യണ സമയത്ത് 14 എന്ന് കിട്ടും. ഓപ്ഷൻ എ 14 ആണ്
ആൻസർ ആയിട്ട് വരുന്നത്. ഈ പ്രോബ്ലം ഇതേപോലെ ബേസ് സെയിം ആക്കുന്ന പ്രോബ്ലം ആണ്. 4:m ആണ് 1024 വരുന്നത്. അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇത് സെൽഫായിട്ട് ചെയ്തു നോക്കാം. അതായത് 4ന്റെ എന്ത് പവർ ചെയ്യുമ്പോഴാണ് 1024 കിട്ടണമെന്ന് നോക്കാം. അപ്പൊ ബേസ് സെയിം ആയി കഴിഞ്ഞാൽ പവറുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് കൂടാണ്ട് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ടു റേസ് ടു 5 ഇൻറ്റു 2�9. നമ്മൾ പറഞ്ഞു ബേസ് സെയിം ആണ്. അപ്പൊ പവറുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ 2⁵ + 9 = 2⁴ എന്ന് കിട്ടും. ഇത് നമ്മുടെ ഐഡന്റിറ്റി വരുന്നത് a⁻m ഇൻറ്റു a⁻n = a⁻m + n എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ അടുത്തൊരു പ്രോബ്ലം ആണ് 4³ / 4⁻⁻7. അപ്പൊ ഇത് കിടക്കുന്നത് a⁻m / a⁻n = a⁻m - n എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4⁻³ - -7 ചെയ്യാം. അപ്പൊ ആൻസർ എന്ത് വരും? 4⁻³ + 7 = 4⁻10 എന്നായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. അടുത്തൊരു ഐഡന്റിറ്റിയാണ് 8⁴ ഇൻറ്റു 7⁴. 8⁴ ഇൻറ്റു 7⁴. ഇവിടെ ബേസ് സെയിം അല്ല. a⁻n ഇൻറ്റു b⁻n ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ab⁴n ആക്കിയിട്ട് എഴുതാം. അതേപോലെ നമുക്ക് ഇതിനെ 8 ഇൻറ്റു 7⁴ ആക്കിയിട്ട് എഴുതാം. അപ്പൊ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 4 ചെയ്യണ സമയത്ത് 56⁴ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അടുത്തൊരു പ്രോബ്ലം ആണ് x + 1/x = 2 ആണ്. അങ്ങനെയാണെങ്കിൽ x³ + 1/x³ എന്താണ്? ഇത് കണ്ടുപിടിക്കുന്നത് നമ്മൾ കുറച്ചു മുന്നേ ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് = a ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് a³ - 3a ആണ് വരുന്നത്. അപ്പൊ എയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് 2 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ 2³ - 3 ഇൻറ്റു 2. 2³ 8 ആണ്. 8 - 3 ഇൻറ്റു 2 6. ആൻസർ നമുക്ക് 2 എന്ന് കിട്ടും. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ് 2⁵2/5 ഇൻറ്റു 2⁵3/5. ഇത് a⁻n ഇൻറ്റു a⁻m ഫോർമാറ്റിലാണ്. ബേസ് സെയിം ആയതുകൊണ്ട് 2⁵2/5 + 3/5 എന്ന് എഴുതാം. പവറുകൾ തമ്മിൽ കൂട്ടാം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ അതുപോലെ ഇട്ടാൽ മതി. 5/5 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെയാണ് ആൻസർ ആയിട്ട് വരാം. ഇത് ഐഡന്റിറ്റി വന്നിട്ട് x⁻1/m ഇൻറ്റു x⁻1/n = x⁻1/m + 1/n എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പ്രോബ്ലം 3⁻7 / 3² ഇൻറ്റു 3⁴.
3⁻⁷ അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ 3² ഇൻറ്റു 3⁻⁴. ഇവിടെ ബേസ് സെയിം ആണ്. അപ്പൊ നമുക്ക് പവറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. 3 അതുപോലെ തന്നെ ഇടാം. 2 + 4. അപ്പൊ ചെയ്യുന്ന സമയത്ത് 3⁻⁷ ഡിവൈഡഡ് ബൈ 3⁻�6 എന്ന് കിട്ടും. 3⁻�6ഉം 3⁻⁷ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് 3 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ ടേപ്പിൽ വരുന്ന വേറൊരു പ്രോബ്ലം ആണ് 4³ ഇൻറ്റു 4⁵ ഡിവൈഡഡ് ബൈ 4² ഇൻറ്റു 4⁴. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 4⁵3 + 5 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴത്തെ പവർ സെയിം ആയതുകൊണ്ട് പവറുകൾ ഡിഫറൻറ്റും ബേസ് സെയിം ആയതുകൊണ്ട് 2 + 4 എന്ന് എഴുതാം. 4⁵3 + 5 8 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ താഴത്ത് 4⁵6 എന്ന് കിട്ടും. ഈ 4⁵6ഉം 4⁵8ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ 4² ഉണ്ട്. 4² വാല്യൂ നമുക്കറിയാം 16 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ വന്നിട്ട് 16 ആയിരിക്കും. അടുത്തൊരു പ്രോബ്ലം ആണ് 3⁻²/2 2/3² എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. 2/3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറുകൾ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2/3² എന്ന് കിട്ടും. പിന്നെ 2/3² എന്ന് പറഞ്ഞാൽ 2² വാല്യൂ കണ്ടുപിടിക്കുക, 3² വാല്യൂ കണ്ടുപിടിക്കുക. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇങ്ങനത്തെ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ്. ഒരുവിധം എല്ലാ ടൈപ്പ് പ്രോബ്ലംസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫുള്ളും ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും.